ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ സോസേജ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണേ. ഒരു 250 ഗ്രാംസ് ചിക്കൻ സോസേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു സോസേജ് അല്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അധികം പെപ്പർ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും അങ്ങനെ ആഡ് ചെയ്യാത്ത ഒരു സോസേജാണേ. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പം നമ്മൾ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ടൊമാറ്റോ, പിന്നെ ഒരു വലിയ സവോള, ഇത്രയും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോസേജ് സ്പൈസി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറയാം കേട്ടോ. കുറച്ച് എണ്ണ ചൂടാക്കാം. ഇത് മൈലിൻ്റെ റൈസ് ബ്രൗൺ ഓയിലാണേ. നിങ്ങൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിൽ ആയാലും മതി. ചൂടെണ്ണയിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമിട്ട് ആദ്യം മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്യാം. ഇതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെയാണ് നല്ലത്. പേസ്റ്റ് യൂസ് ചെയ്യുമ്പം ഈ ഡിഷ് ആകെ അങ്ങ് കുഴഞ്ഞു പോകും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി വലിയ സവോള അരിഞ്ഞത് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറി ലീവ്സും ആഡ് ചെയ്യുവാണേ. സവോള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യാം. സവോളയുടെ കളർ ഒത്തിരി അങ്ങ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വലിയ സവോള ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ സവോളയാണെങ്കിൽ നിങ്ങൾ 2 യൂസ് ചെയ്തോളൂ. ഡിഷ് ഇച്ചിരി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കിട്ടണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു സാധനമാണേ, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്താൽ മതി. ചില്ലി ഫ്ലേക്സ് കൂടാതെ മുളക് പൊടിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവോള നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയുടെ നല്ല ഒരു ഫ്രേഗ്രൻസ് വരുമല്ലോ. ആ സമയത്ത് ഇതിലേക്ക് എരിവിനാവശ്യമായ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൗഡേഴ്സും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ഫ്രേഗ്രൻസ് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ് കേട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ. എല്ലാ പൗഡേഴ്സും പാകത്തിന് റോസ്റ്റായിട്ട് നല്ലൊരു ടെംപ്റ്റിംഗ് ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ പഴുത്ത ഒരു ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ടൊമാറ്റോ അങ്ങ് മാഷായി പോകേണ്ട കാര്യമില്ല, എന്നാലും നമുക്കിതൊന്ന് കുക്കായി കിട്ടണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൻ കവർ ചെയ്ത് 2 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ മിക്സിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും കുക്കാവാനില്ല. നല്ലതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ബാക്കി എന്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാമേ. ഇനി ഫൈനലായിട്ട് നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ക്വീൻ ഓഫ് സ്പൈസസ് 2 ഏലക്ക ഞാനൊന്ന് ചതച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് സോസേജിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. പാകത്തിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുവേ. നമ്മുടെ സോസേജ് എല്ലാം പാകത്തിന് മസാലയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. പാൻ നല്ല ചൂടാണ്. ഇത് ഒത്തിരി അങ്ങ് റോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ സോസേജ് ഇച്ചിരി കട്ടിയായി പോകും. സോസേജ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഈ ഡിഷിൻ്റെ ഒരു ടേസ്റ്റ്. ഈ റെസിപ്പി നമുക്ക് ഇച്ചിരി ഗ്രേവിയോടുകൂടിയും ചെയ്തെടുക്കാമേ. അങ്ങനെ വേണമെന്നുള്ളൊരു സവോള കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക, ടൊമാറ്റോ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ കുറച്ച് തിക്ക് ഗ്രേവിയോടുകൂടി നമുക്കിത് ചെയ്തെടുക്കാം. എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്നും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. റൈസിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ എല്ലാ ഇന്ത്യൻ ബ്രെഡ്സിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസേജ് റോസ്റ്റാണേ. സോസേജ് നമ്മൾ വെറുതെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ് ഈ ഒരു പ്രിപ്പറേഷൻ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.